മലയക്കുട്ട് വാലിബൻ, ലിജോസ് പല്ലിശ്ശേരിയുടെ മലയക്കുട്ട് വാലിബൻ കണ്ടിട്ട് വരുന്ന വഴിയാണ്. അതായത് പടം ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കണക്റ്റ് ആവാണ്ട് പോയ ഒരു പടമാണ് മലയക്കുട്ട് വാലിബൻ. കാര്യം എന്ന് പറഞ്ഞാൽ എന്തോ മിസ്സിങ് ഒക്കെ എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ പടത്തിൽ അഭിനയിച്ചിരുന്ന ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടില്ല. അതായത് മോഹൻലാലായാലും എല്ലാവരും, എനിക്ക് പേരങ്ങനെ കൃത്യമായിട്ടുണ്ട്, ഹരീഷ് പേരടി, അവരൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ചിഹ്നം എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ പടത്തിൻ്റെ BGM ഒക്കെ നല്ല കീട്ടുള്ള സാധനങ്ങളാണ്. അത് നല്ലൊരു അറ്റ്മോസ് തിയേറ്ററിൽ പോയി കണ്ടാൽ ഈ പടം എന്തായാലും, അതായത് സൗണ്ട് എഫക്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല ഇതിൽ വിഷ്വല് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മാജിക് ഇതിൽ കാണാം. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പടം എനിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ കുറേ ഡയലോഗ് പറയുന്നതേ ഈ നമ്മൾ ഈ നാടകങ്ങൾ കാണില്ലേ അതേപോലെയാണ് ഡയലോഗ് പറഞ്ഞത്. അതെന്തോ എനിക്ക് കണക്റ്റ് ആയുള്ള, മൊത്തത്തിൽ പറഞ്ഞാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് കണക്റ്റ് ആയുള്ള. പിന്നെ ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്നും പറഞ്ഞാണ് ലാസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് മലയക്കുട്ട് വാലിബൻ 2 എന്നും പറഞ്ഞ് ഒരു ടൈറ്റിൽ പോസ്റ്ററൊക്കെ കണ്ടായിരുന്നു. വരുമെന്ന് പറഞ്ഞുകൂടാ, എന്തായാലും വരട്ടെ. എന്തായാലും പടം കണ്ടതിൽ നിരാശ പോലെ തോന്നി. അത് ഇതാണ്, ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പടത്തിൻ്റെ മുഴുവനും പോയി. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. അതായത് പടം കാണുകയാണെങ്കിൽ ഒരു അറ്റ്മോസ് നല്ല നല്ല തിയേറ്ററിൽ ഇത് കാണുകയാണെങ്കിൽ നിങ്ങളെ സൗണ്ടിൻ്റെ കാര്യത്തിൽ, അതായത് BGM കാര്യങ്ങൾക്കും നിങ്ങളെന്തായാലും നിരാശപ്പെടുത്തില്ല, അതെൻ്റെ ഉറപ്പാണ്. പിന്നെ ഇതിൽ വിഷ്വൽസൊക്കെ നല്ല രസമായിടുന്നുണ്ട്, അതായത് ക്യാമറ വർക്കൊക്കെ കീഴിലും തന്നെ. എന്തുകൊണ്ടും എനിക്ക് പടം അത്ര കണക്റ്റായുള്ള. ശരി.